ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്ന ഒരു നാടൻ ചാള മുളകിട്ട് കറി വെക്കാനാണ്. അപ്പം നാടൻ ചാള ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് രണ്ടായിട്ടൊന്നും കൂടെ കഷ്ണിക്കണം, കാരണം ഇത്രയും വലുതായിട്ട് വെച്ചാൽ അരപ്പൊന്നും പിടിക്കില്ല. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ മാങ്ങ, മുരിങ്ങക്ക, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി കുറച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം തയ്യാറാക്കാൻ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഇവിടെ പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളകാണ് ഞാൻ ഉള്ളത്. അപ്പോൾ ഉള്ളിയെല്ലാം ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്പം കൂടെ, ഒരുപാടങ്ങ് ആയി പോകണ്ട. അപ്പോൾ ഈ പരുവം മതി നമുക്ക് ഉള്ളി മൂത്തത്. ഇതിലേക്ക് നമുക്ക് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ്, കുടംപുളി ഞാൻ ഉപ്പ് വെള്ളത്തിലോട്ട് ഇട്ടതാണ്. അപ്പോൾ നമുക്കത് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുരിങ്ങക്കായും മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഞാൻ മാറ്റി വെച്ചിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. അത് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അരപ്പ് തിളച്ചാന്ന് നോക്കാം. അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കാം. ആയി ഒന്ന് നോക്കാം. മീൻ കറി ഇവിടെ റെഡിയായിക്കൊണ്ട് വരുന്നത്. എല്ലാം മുരിങ്ങക്കരിയും മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കൊരു മണം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് പറ്റിക്കോട്ടെ. മീൻ കറി നോക്കാം. മീൻ കറി വേകാനായിട്ടുണ്ട്. അപ്പം മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ആക്കാം. നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് കോരാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞോട്ടെ. അപ്പോൾ ഇന്നത്തെ നാടൻ ചാള മുളക് കറിയാണ് ഞാൻ വെച്ചത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യണം. തേങ്ങയൊന്നും വേണ്ട, നമുക്ക് നല്ല ടേസ്റ്റിയാണ്. ചോറ് കഴിക്കാനും ഇഷ്ടപ്പെടും. തേങ്ങ അരയ്ക്കുമ്പോൾ ഇവിടെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കും തേങ്ങ അരയ്ക്കണ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റിയിൽ നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ടൊന്ന് കോരാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് കോരിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.